റബ്ബേ നീ ഭയങ്കരമാണ്, നിന്റെ ഖുദ്റത്ത് അപാരമാണ്. ഇത് ബോധ്യപ്പെടുത്താനായി അള്ളാഹു തരുന്ന ഇൽമുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇൽമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ളത്. സ്വർഗലോകത്തേക്ക് മനുഷ്യർ പോകുമെന്ന് പറഞ്ഞു. സ്വർഗലോകം ഉണ്ടാവേണമെങ്കിൽ ഒരു പുനർജന്മം ആവശ്യമാണ്, അല്ലെ? മരണത്തിന് ശേഷം ഒരു ജീവിതം വേണം. അപ്പോഴാണല്ലോ പുനരുദ്ധാരണവും വിചാരണയും രക്ഷയും ശിക്ഷയും ഒക്കെ നൽകപ്പെടുന്ന ആ ഒരു വേദിക്ക് കാരണം മനുഷ്യന് റിസറക്ഷൻ സംഭവിക്കണം. ബഅസ് നുശൂർ എന്ന് പറയുന്ന സംഭവം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം. അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു തആല അതിന് പ്രാപ്തനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരണം. അപ്പോഴാണ് അല്ലാഹു മനുഷ്യന്റെ ജന്മത്തെക്കുറിച്ച് പറയാ. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അതിന്റെ 10 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 അങ്ങനെ സംഭവമില്ല, അല്ലേ? നമ്മുടെ ജന്മത്തിന്റെ 10 മാസം മുമ്പ് വരെ നമ്മൾ എന്ന സാധനം ലോകത്ത് ഇല്ല. ആ ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ പടച്ചവനാണ് എന്ന് തുടങ്ങിക്കൊണ്ടാണ് അള്ളാഹു പറയാ, ഇങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു മരണം നൽകും, പിന്നെ ഒരു മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു പുനർജന്മം തരുക എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. അത് മനസ്സിലാക്കി തരാനാണ് സ്വർഗലോകം പറഞ്ഞതിന് ശേഷം മനുഷ്യന്റെ ജനനവും അത് കഴിഞ്ഞാൽ മരണവും കൂടി അള്ളാഹു പരാമർശിച്ചുകൊണ്ടാണ് പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് മിൻ സുലാലത്തിൻ മിൻ തീൻ, മണ്ണിന്റെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണല്ലോ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണല്ലോ മനുഷ്യനെ നാം പടച്ചത്. അവിടെ പറയുന്ന അൽ ഇൻസാൻ ആരാണ്? സയ്യിദുന ആദം അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമിന് അല്ലാഹു പടച്ചത് കളിമണ്ണിൽ നിന്നാണ്. അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഭൂമിയുടെ മിൻ കുല്ലിൽ അർളി, ഭൂമിയുടെ എല്ലാ മണ്ണുകളിൽ നിന്നുമാണ് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത്. അതിന്റെ പേരിലാണ് മനുഷ്യരിൽ വർണ്ണ വ്യത്യാസങ്ങൾ ഉണ്ടായതെന്നും സ്വഭാവത്തിലും പ്രകൃതത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായതെന്നും ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഫജാഅ മിൻഹൽ അബ്യദു വൽ അഹ്മറു വൽ അസ്മർ, കറുപ്പും വെളുപ്പും കലർന്ന മനുഷ്യരുണ്ട്, ചുവന്നവരുണ്ട്, വെളുത്തവരുണ്ട്. സ്വൽബ്, ഭയങ്കര ഹാർഡായിട്ടുള്ള പ്രകൃതമുള്ള ആളുകളുണ്ട്, ഭയങ്കര പരുക്കൻ സ്വഭാവക്കാർ, എന്നാൽ വളരെ സോഫ്റ്റായ ആൾക്കാരുണ്ട്. ഇതൊക്കെ മണ്ണിന്റെ സ്വഭാവങ്ങളാണ്. മണ്ണിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കണം എന്നാണ്, ഞാൻ നടന്നു പോകുന്നത് ഞാൻ എന്റെ ദേഹത്തുകൂടെ നടക്കുന്നതിന് തുല്യമാണ്, ഞാൻ എന്തോ, എന്റെ ഉറവിടം എന്തോ, അതാണല്ലോ മണ്ണ്. അല്ലാഹു തആല അത്ഭുതകരമായിട്ടാണ് മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത്, മിൻഹാ ഖലഖനാകും, ഭൂമി എന്ന ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളുടെ സൃഷ്ടിയുടെ ഉത്ഭവം, അവിടെ നിന്നാണ്. വഫീഹാ നുഈദുകും, മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളെ നാം മടക്കാൻ പോകുന്നത്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, മറ്റൊരിക്കലൂടെ നിങ്ങൾക്ക് മണ്ണിൽ നിന്ന് നാം പുനർജന്മം നൽകുന്നതുമാണ്. മണ്ണിൽ കാണുന്ന ലവണങ്ങളിൽ അധികവും മനുഷ്യ ശരീരത്തിലുണ്ട് എന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പലതും ചെയ്യുന്നുണ്ട്. ക്രിമേഷൻ, അല്ലെ, എന്താ പറയാ, തീ കത്തിച്ചിട്ട് മനുഷ്യരെ ആക്കുന്ന സ്വഭാവമുണ്ട്. ചില മതവിശ്വാസികൾ അങ്ങനെയാണ്, അല്ലെ, തീ വെച്ച് കത്തിക്കുകയാണ്. മനുഷ്യനെന്ന് പറയുന്നത് ദേഹമല്ല, ദേഹിയാണ്, റൂഹാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹത്തിനൊന്നുമില്ല, എന്നാ പിന്നെ ഈ ദേഹങ്ങളെ നശിപ്പിച്ചു കളയാം. അങ്ങനെയാണ്. അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും, അന്തരീക്ഷ പ്രശ്നങ്ങളുണ്ടാക്കും, അതിന് സാമ്പത്തിക ചെലവുകളുണ്ട്, ഒരുപാട് ദൂരവ്യാപകമായ ഫലങ്ങളുള്ള സംഭവമാണത്. സംബന്ധിച്ചും അല്ലാഹു തആല മനുഷ്യനെ കണക്കാക്കിയത് എന്തൊരു മനോഹരാണ്. മരിച്ചു കഴിഞ്ഞാലും മനുഷ്യന് അല്ലാഹു ബഹുമാനം നൽകിയിട്ടുണ്ട്. എന്തൊരു ഡീസന്റ് ആയിട്ടാണ് അല്ലാഹു മനുഷ്യനെ വെച്ചത്. മരിച്ചു കഴിഞ്ഞാൽ അതുവരെ കുളിക്കാത്ത മനുഷ്യനാണെങ്കിലും പിന്നെ കുളിപ്പിക്കപ്പെടാണ്. പുതിയ വസ്ത്രം, അതുവരെ ആരും ധരിക്കാത്ത വസ്ത്രം പുതുതായിട്ട് തന്നെ അയാൾക്ക് കൊണ്ടുവരണം. അതിനത്ര ഭൂഷണം, വളരെ മനോഹരമായി വസ്ത്രധാരണം ചെയ്ത് കുടിപ്പിച്ച് സുഗന്ധം പൂശിയിട്ടാണ് ഖബറിലേക്ക് വെക്കുന്നത്. അതിനും ഖബറിന് ഇന്ന നിയമങ്ങൾ പാലിക്കപ്പെടണം, ഖബറിന് ഇത്ര ആഴം വേണം, ഇങ്ങനെയുള്ളതായിരിക്കണം
എന്നിട്ട് മനുഷ്യ ദേഹവും ദേഹിയും ഒരുപോലെ മഹത്തരമാണെന്ന് പഠിപ്പിച്ച ദീനാ ശരീഅത്തുൽ ഇസ്ലാം. മണ്ണിലേക്കാണ്. മനുഷ്യ ശരീരം മണ്ണിലേക്ക് ഇഴകിച്ചേരാൻ വളരെ അടുത്തതാണെന്നാണ്. മനുഷ്യ ശരീരം മണ്ണുമായി ചേരാൻ വളരെ പെട്ടെന്ന് മിക്സായി പോകും. മനുഷ്യൻ മണ്ണായി തീരുക എന്നത് മണ്ണിൽ നിന്നായതുകൊണ്ടാണ്. മണ്ണിൽ നിന്നായതുകൊണ്ട് മണ്ണിലേക്ക് ചേരാൻ എളുപ്പമാണ്. നമ്മുടെ ശരീരം മണ്ണായി തീരാൻ എളുപ്പമാണ്. അത് സംഭവിക്കാത്തത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഭൂമിയോട് തിന്നരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ശരീരങ്ങൾ അത് മാത്രം മണ്ണ് തൊടൂല, ബാക്കിയൊക്കെ അധികവും മണ്ണായി പോകും. മുഅ്മിനീങ്ങളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമായ ആളുകളുടെ ശരീരങ്ങളും മണ്ണ് തൊടാതെ പോയിട്ടുണ്ടെന്ന് ചരിത്ര സാക്ഷ്യമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാത്തതൊക്കെ മണ്ണാണ്. മണ്ണിൽ നിന്ന് മണ്ണിലേക്കാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം പടച്ചത് മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ ഒരു സത്തയിൽ നിന്നാണ്. സുലാലത്ത് എന്ന് പറഞ്ഞാൽ സത്ത, സർവ്വ ഗുണഗണങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു ഭാഗത്തിനാണ് സുലാലത്ത് എന്ന് പറയാം. കളിമണ്ണിന്റെ എല്ലാ ഗുണങ്ങളും, മണ്ണിന്റെ സർവ്വഗുണങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു ഭാഗം, അതിൽ നിന്ന് മനുഷ്യനെ പടച്ചു. അത് മഹാനായ ആദം നബി അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനുണ്ടായത് ആദം നബി അലൈഹിസ്സലാം എന്ന ആദിമ ഒരു മനുഷ്യനിൽ നിന്നാണ്. ഇതാണ് ലോകത്ത് സെമിറ്റിക് മതങ്ങൾ മുഴുവനും പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം ശരിവെച്ചതും ഇത് തന്നെയാണ്. ജൂതവിശ്വാസികൾക്കും ക്രിസ്ത്യാനികളായ ആളുകൾക്കും ഒക്കെ മനുഷ്യജന്മം ഉടലെടുത്തത് ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ്. ഇതൊരു സംശയമല്ല. അപ്പോഴാണ് ചാൾസ് ഡാർവിൻ ചിന്തിച്ചു പോയത്, ഇതൊക്കെ മതവിശ്വാസങ്ങളാണല്ലോ, ഇതിനെ സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റണില്ലല്ലോ, ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഇതിനെ, ഞാൻ മതവിശ്വാസിയല്ല, അയാൾ പറഞ്ഞു, ഞാൻ മതവിശ്വാസിയല്ല, എനിക്കിതിന് ശരിയായൊരു കാരണം വേണം. മനുഷ്യൻ എവിടുന്ന് തുടങ്ങി? ബൈബിളും ഓൾഡ് ടെസ്റ്റമെന്റും ഖുർആനും അതൊന്നും എന്റെ ചർച്ച വിഷയമല്ല, എനിക്ക് മറ്റൊരു വഴി വേണം. അങ്ങനെ അയാൾ തലപുകഞ്ഞ് ആലോചിച്ചുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ തിയറിയാണ് ഇവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. മനുഷ്യനുണ്ടായത് എയ്പ്പുകളിൽ നിന്നാണ്, കുരങ്ങന്മാരിൽ നിന്നാണ് എന്ന ആ ഒരു സിദ്ധാന്തം വാലുമുറിഞ്ഞ് മനുഷ്യൻ നിവർന്ന്, നിയാൻഡർത്താൽ മനുഷ്യരും മറ്റു പല മനുഷ്യരുമായിട്ട് നിവർന്ന് നടക്കാൻ തുടങ്ങിയത് കുരങ്ങിൽ നിന്നാണ്. അത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സിമിലാരിറ്റി കണ്ടപ്പോൾ തോന്നിയതാണ്. പക്ഷെ ഡാർവിന്റെ ഈ തിയറി മഹാകള്ളമാണെന്നും പൊള്ളത്തരമാണെന്നും തെളിയിക്കപ്പെട്ട സിദ്ധാന്തമാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇവല്യൂഷൻ നടക്കണമെങ്കിൽ ഇന്ന് അത് സാധിക്കുന്നില്ല. ഒരു മനുഷ്യനും കുരങ്ങനായിട്ടില്ല, ഒരു കുരങ്ങനും മനുഷ്യനുമായിട്ടില്ല. അതിനൊരു തെളിവില്ല. ബില്യൺ കൊല്ലങ്ങളുടെ മുമ്പ് നടന്നൊരു സംഭവം പറയും, ആരതിനെ വിറ്റ്നസ് ചെയ്തു, ആരതിന് സാക്ഷികളാണ്, ആരും കണ്ടിട്ടില്ല. നമ്മൾ പറയാനല്ലോ ബില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു എന്നാണ്. ഒരു കുട്ടിയെ പടച്ചു എന്നല്ല. ഒരു കുട്ടിയായി ജനിച്ചിട്ട് പിന്നെ ആദം നബി അലൈഹിസ്സലാം ചെറുപ്പക്കാരനായി യുവാവായി പുരുഷനായി വളർന്നു, അതല്ല. പെർഫെക്റ്റ് മാൻ. അവന്റെ ഗവേഷണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് സയൻസ് പറയും. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ആന്ത്രോപോളജി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം എന്താ സയൻസ് പറഞ്ഞു കൂട്ടുന്നതെന്ന്. മനുഷ്യനാദ്യം സംസാരിക്കാൻ അറിയില്ലായിരുന്നു, ഭാഷ ഇല്ലായിരുന്നു, ഭക്ഷണം വെക്കൽ എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. ശരിയാണ്. മനുഷ്യൻ എന്തോ ഒരു കാടനായി ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ മനുഷ്യനിൽ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാട്ടുതീ വിട്ട് കാട്ടുതീയിൽ ചില മൃഗങ്ങൾ വെന്തുരുകിപ്പോയി ആ ഭക്ഷണം ചെന്ന് കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായി. അപ്പൊ പിന്നെ തോന്നി പിന്നെ വേവിച്ച് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുന്നു. കാരണം ഇതൊക്കെ അല്ലാഹു തആലയുടെ ഈ പരിശുദ്ധമായ വചനങ്ങൾ മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ചപ്പോൾ വന്ന അപാകതകളാണ്. എന്നിട്ട് പറഞ്ഞു മനുഷ്യൻ നിവർന്ന് നടക്കാൻ തുടങ്ങിയതിന് തുടക്കത്തിൽ മനുഷ്യൻ നിവർന്ന് നടന്നിട്ടില്ലെന്നാണ്. അതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ മക്കൾ പഠിക്കുന്നുണ്ട്. ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ നല്ല യുക്തമാണ്, ലോജിക്കായിട്ട് തോന്നും. പക്ഷെ തെളിവ് വേണ്ടേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് ആദം നബി അലൈഹിസ്സലാം എന്ന ആദ്യ മനുഷ്യൻ അല്ലാഹു മണ്ണിൽ നിന്ന് രൂപകൽപ്പന ചെയ്യുകയും
ആ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മാവിനെ ഊതിക്കൊടുക്കുകയും അങ്ങനെ അൽ ഇൻസാൻ എന്ന പെർഫെക്റ്റ് മനുഷ്യനായിട്ട്, പൂർണ്ണ മനുഷ്യനായിട്ട് അല്ലാഹു ജന്മം കൊടുത്ത ആളാണ്. ജന്മം കൊടുത്തുകൊണ്ടാണ് മനുഷ്യവംശത്തിന്റെ തുടക്കം. അത് സ്വർഗലോകത്തിലാണെന്നും പരിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹിസ്സലാമിന്റെ ജനനം വളരെ പെർഫെക്റ്റ് ആണ്. ആദം നബി അലൈഹിസ്സലാം സംസാരിച്ചുവെന്ന ഖാല എന്ന പദപ്രയോഗം അല്ലാഹു പറയുന്നുണ്ട് ആദം നബിയെ സംബന്ധിച്ച്. ഖാല വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായിക. അല്ലേ, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു പഠിപ്പും വിദ്യാഭ്യാസവും കൊടുത്തിട്ടുണ്ട്. ഇല്ലിറ്ററേറ്റ് അല്ല, പൂർണ്ണ ലിറ്ററേറ്റ് ആണ്. ആദം നബി അലൈഹിസ്സലാമിന് ഇൽമ അല്ലാഹു കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളുടെയും നാമങ്ങൾ അല്ലാഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ? എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ സംസാരം നടന്നിട്ടുണ്ട് അല്ലേ? ഫഖാല, മലക്കുകൾ പറഞ്ഞു, പഠിച്ചവനെ, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്കറിയുകയില്ലല്ലോ പഠിച്ചവനെ, ഞങ്ങൾക്കിതിന്റെ പേരൊന്നും നീ പറഞ്ഞു തന്നിട്ടില്ല. നിനക്ക് തസ്ബീഹും തഹ്ലീലും ചൊല്ലാനുള്ള വചനങ്ങൾ ഞങ്ങൾക്കറിയാം, പക്ഷെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഇതിന്റെയൊക്കെ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഫഖാല അംബിഉഹും യാ ആദമു, ആദം നബിയെ, അംബിഉഹും ബിഅസ്മാഇഹിം, കോടാനുകോടി വരുന്ന മലക്കുകൾക്ക് ആദം നബിയെ ഈ വാക്കുകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിക്കണമെങ്കിൽ അവിടെ ഭാഷ വേണം. കമ്മ്യൂണിക്കേഷൻ രണ്ടു കൂട്ടർക്ക് മനസ്സിലാകണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ല. ഞാൻ എന്തൊക്കെയോ ഒച്ചടുന്നു എന്നതിനർത്ഥം അല്ല. മലക്കുകൾക്കത് മനസ്സിലായി, മലക്കുകൾക്കത് ബോധ്യപ്പെട്ടു, അവർക്ക് ഇൽമ കിട്ടി. അപ്പൊ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആദരസൂചകമായി ആദം നബി അലൈഹിസ്സലാമിനെ ഖിബിലയാക്കി അല്ലാഹുവിനൊരു സുജൂദ്. ആദം നബി ഇതിന്റെ ഖിബിലയാണ്. ആദം നബിക്ക് മുമ്പ് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അർത്ഥം ആദ്യത്തെ മനുഷ്യൻ സംസാരിച്ചുവെന്നും പഠിപ്പിച്ചുവെന്നുമാണ്. ടീച്ചറാണ്, അധ്യാപകനാണ്. ആദം നബി അലൈഹിസ്സലാം പൂർണ്ണ മനുഷ്യനാണ് അല്ലേ? അല്ലാഹു തആല പറഞ്ഞു, ഫകുലൂ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ശരി, അവരെ പടച്ചുവിട്ടതിന് ശേഷം അല്ലാഹു പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ വേണ്ടത് നിങ്ങൾക്ക് ഭുജിക്കാം, കഴിക്കാം, കുടിക്കാം, ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് മാത്രം നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ വിലക്കപ്പെട്ട ഖനി, ബൈബിൾ എന്തോ പറയും തോന്നുന്നത് ആപ്പിൾ ആണെന്നല്ലേ, ആപ്പിൾ പഴാണെന്ന് നമുക്കറിയില്ല. ഖുർആനിലും ഹദീസിലൊന്നും അത് ഏത് പഴാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു വൃക്ഷത്തോട് അടുക്കരുതെന്ന് പറഞ്ഞു. അത് ആദം നബി അലൈഹിസ്സലാം എങ്ങാനും കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ടോ? ആദം നബി അലൈഹിസ്സലാം അത് കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പഠിച്ചവനെ നമ്മളൊക്കെ ഇപ്പൊ സ്വർഗത്തിൽ തന്നെ ആയിരിക്കോ? നിങ്ങളെ മനസ്സെന്താ പറയുന്നത്? ആണെന്ന് തോന്നുന്നുണ്ടല്ലേ? ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞ വാക്കെന്താ മലക്കുകളോട്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് എന്റെ ഒരു പ്രതിനിധിയെ എനിക്ക് ആവശ്യമുണ്ട് എന്നാണ്. ആ ഭൂമിയുടെ ആള് പിന്നെ സ്വർഗലോകത്ത് നിൽക്കാൻ പറ്റുമോ? ഭൂമിയിലേക്ക് വരേണ്ട ആള് ഭൂമിക്ക് തന്നെ വരണം. അതിന് അള്ളാഹു ഒരു കാരണം വെച്ചു. കാരണം ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ ഡൂസ് ആൻഡ് ഡോൺസ്, ചിലത് ചെയ്യണം, ചിലത് ചെയ്യരുത്, ഈ നിയമങ്ങളുള്ള ലോകമാണ് ഭൂമി. സ്വർഗലോകത്ത് അതില്ല. അപ്പൊ ഭൂമിയിലേക്ക് വരേണ്ട ആളാണ് ആദം നബി അലൈഹിസ്സലാം. അങ്ങനെ ഒരു പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ അല്ല, മറ്റൊരു കാരണം എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. ആദം നബിക്ക് എവിടെ വരണം? ഭൂമിയിലേക്ക് വരണം. അങ്ങനെ ഭൂമിക്ക് വേണ്ടി പടക്കുന്നു എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ആള് പിന്നെ ഭൂമിയിൽ എത്തിയിരിക്കും, എന്തായാലും എത്തിയിരിക്കും. അതിന്റെ ഒരു കാരണം മാത്രമാണത്. ഭൂമിയിലേക്ക് വരികയാണെങ്കിലും അവിടെ നിയമങ്ങളുണ്ട്. ഭൂമിക്കാണ് പടക്കുന്നതെന്ന് പറഞ്ഞു. ഭൂമിയിൽ അള്ളാഹുവിന്റെ അമ്രും നഹിയുമുണ്ട്, കൽപ്പനയും വിരോധവുമുണ്ട്. അള്ളാഹു താര ചെയ്യരുതെന്ന് പറയുന്നു, അള്ളാഹു ചെയ്യണമെന്ന് പറയുന്നു. ഇതുള്ള സ്ഥലമാണ് ഭൂമി. അപ്പൊ ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹു താല സ്വർഗത്തിൽ ഒരു ചെറിയൊരു ട്രയൽ കൊടുക്കുകയാണ്, ഒരു പരിശീലനം കൊടുക്കണ്ടേ? ആ പരിശീലനമാണ് കുലു വഷ്റബു ഹനീഅൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര, ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കഴിച്ചോളൂ.